Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you all doing? I believe all of you doing well. കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമാണ്. The joy of the Lord is our strength. ആമേൻ. അതുകൊണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം എന്ന് ദൈവവചനത്തിൽ ഓർപ്പിക്കുന്നു. Therefore the word of God reminds us to rejoice in the Lord at all times. കർത്താവിലുള്ള സന്തോഷം നമ്മുടെ ബലമാണ്. So the joy of the Lord is our strength. നിങ്ങൾക്ക് ബലം കിട്ടാൻ എന്ത് ചെയ്യണം? So what must we do to receive strength? കർത്താവിൽ സന്തോഷിക്കണം. You must rejoice in the Lord. ഇരുട്ടുള്ള മുറിയിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചാൽ ആ വെളിച്ചത്ത് വലിയൊരു ശക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. So if we light up a small candlestick in a room of darkness, we can understand there is a great power in that light. ആമേൻ. വെളിച്ചം വരുമ്പോൾ ഇരുട്ടോടി മറയും. So when light comes, darkness flees. ശത്രു എപ്പോഴും എയ്യുന്നത് ഇരുട്ടത്തിരുന്നാണ്. The enemy always shoots arrows from darkness. നമ്മൾ വെളിച്ചമായിരുന്നാൽ, so if we become the light, ആമേൻ, നാം ഇരിക്കുന്ന എല്ലാ ഇടത്തും വെളിച്ചമാണ്. in all the places that we are in, there will be light. അവിടെ പിന്നെ ഇരുട്ട് വരികയില്ല. Then darkness won't come too close to it. ജീവിതത്തിൽ ക്രിസ്തു വന്നാൽ, so if Christ comes into our life, ജീവിതം മുഴുവൻ വെളിച്ചമാകും. our life will be illuminated by the light. ലോകത്തെ പിടിച്ചു കുലുക്കാൻ അയക്കപ്പെട്ടവരാണ് നമ്മൾ. We are all called to shake the world. Amen. Commissioned to shake the nation. ഈ ലോകത്തെ കുലുക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നാം സഭയ്ക്കകത്ത് മാത്രം ആരാധിച്ചാൽ പോരാ. It's not enough to worship the Lord in a church. ആരാധനയിൽ നിന്ന് ലഭിക്കുന്ന ആ തീ നമ്മുടെ സ്കൂളുകളിലും ജോലി സ്ഥലങ്ങളിലും സമൂഹത്തിലും എത്തിക്കണം. The fire that we receive when we worship, we must take it to the schools, workplace, and wherever we go to. ലോകത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരുണ്ടായിരുന്നു. There were a group of disciples that used to shake the world. 28:19. Matthew chapter 28 verse 19. ആകയാൽ നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. Therefore baptize in the name of the Father, the Son and the Holy Spirit and make disciples of all nations. ആമേൻ. കർത്താവിങ്കലെ സന്തോഷം നമുക്ക് ബലം നൽകുന്നു. The joy of the Lord brings us strength. നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നു. Your body is weak. മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നു. Your mind is weak. നിങ്ങൾ കർത്താവിൽ എൻജോയ് ചെയ്ത് സന്തോഷിക്കുക. You just got to enjoy and rejoice in the Lord. And everything shall be made strength. Amen. Living in the greater things. വലിയ കാര്യങ്ങളിൽ ജീവിക്കുക. തന്നെ വിശ്വസിക്കുന്നവർ, those who believe in him, താൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് യേശു വാഗ്ദത്തം ചെയ്തു. will do greater things than him, says the Lord Jesus. കർത്താവിന്റെ വലിയ പ്രവൃത്തി നടക്കാൻ പോകും. The great works of the Lord are going to happen. പ്രാർത്ഥിച്ചുകൊള്ളുക. You got to pray. ഒരു ദൈവ മഹത്വം കാണാൻ പോകും. The glory of God is going to be witnessed. നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കൂ. You got to rejoice in Christ. ആ ബലം നിങ്ങൾക്ക് ലഭിക്കും. And you will receive that strength. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവ്, our dear Lord, ഈ മക്കളെ ബ്ലസ് ചെയ്യ്. I bless these children. അവരെ അനുഗ്രഹിക്കണം. Lord bless them. അങ്ങയുടെ അത്ഭുത കരം നീട്ടണമേ. May your miraculous hand be stretched forth അവരുടെ ജീവിതത്തിൽ in their lives. യേശുക്രിസ്തുവിലെ സന്തോഷം, the joy of the Lord, ബലമുള്ളതാക്കണം. let it bring strength to them. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus name. ആമേൻ. Amen. ഇവിടെ ഒരു നല്ല ഇംഗ്ലീഷ് യൂത്ത് വർഷിപ്പ് ഉണ്ട്. There is a really good English worship for the youth happening here. എല്ലാ സൺഡേയിലും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 വരെ നിങ്ങൾക്ക് സഭാവ്യത്യാസമില്ലാതെ എല്ലാവർക്കും വരാം. Without any differences in denominations or churches, everyone is invited. It starts from 2 and it lasts till 3:30 in the afternoon. ആമേൻ. എല്ലാ ശനിയാഴ്ചയും 5 മണിക്ക് നമ്മുടെ സൂം മീറ്റിംഗ് ഉണ്ട്. And every Saturday we have our international Zoom meeting at 5. എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് 4 മണി മുതൽ 6 മണി വരെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ എൻ്റെ ഭാര്യ സജിനി അതിൽ ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. And every morning early in the day we have a prayer and worship session that starts from 4 and it lasts till 6, and my wife Sajini is the one leading that prayer on Zoom. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ ടങ്സ് പ്രയർ ഉണ്ട്. And every day in the morning from 7 onwards we have a tongues prayer. എല്ലാം സൂമിലുള്ളതാണ്. Now all these meetings are on Zoom. നിങ്ങൾ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കൂ. Please take part in this meeting and be blessed. ജൂലൈ 25, 26
ഇവിടെ സെമിനാറുണ്ട്, സ്കൂൾ നടക്കുന്നു. അപ്പോൾ തന്നെ അതിനോട് ചേർന്ന് ആനിവേഴ്സറി, മെലേക്കിൻ്റെ 7 വർഷം തികയുന്നതിൻ്റെ ആനിവേഴ്സറി നടക്കും. So July 25th and 26th, we have the School of the Holy Spirit going on, and at the same time, we have our Melek anniversary on that date as well. Amen. Love you. Love you. God bless you.